വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അണ്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ബേസിക്കലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടി സീനിയർ പോസ്റ്റായ അസിസ്റ്റൻറ്റ് ഡയറക്ടറിലേക്ക് ഈ ഇടയ്ക്ക് IU എക്സാമിന് മുന്നേ തന്നെ ഇതിൻ്റെ എക്സാം വരികയും അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിയുകയുണ്ടായി. അപ്പോൾ ഈ എക്സാമും ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് IUക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി സ്റ്റുഡൻസിൻ്റെ പ്രിപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ബേസിക്കലി. അപ്പോൾ ഇവിടെ ഈ 2025 കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ച് സ്പെസിഫിക്കലി പറഞ്ഞാൽ എൻ്റെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏത് ക്വസ്റ്റ്യൻ ഏത് ഫീൽഡിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ പോയപ്പോഴത്തേക്കും 3 പേരാണ് നമ്മുടെ പാനലിൽ ഉണ്ടായിരുന്നത്. മോസ്റ്റ് പ്രോബ്ലി ഒരാൾ PSCയുടെ തന്നെ ഓഫീസിലുള്ള ഒരാളായിരിക്കും. പിന്നെ ഒരാൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു. 2 പേര് മെന്നായിരുന്നു, ഒരു ഫീമെയിൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. ഒരാൾ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലെയൊക്കെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ക്വസ്റ്റ്യൻ, ഇൻ്റർവ്യൂവിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം ഒരു 10 മിനിറ്റ്സിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. മിക്ക സ്റ്റുഡൻസിനും ആ ഒരു ഡ്യൂറേഷൻ തന്നെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ കയറി ചെന്ന ഉടനെ തന്നെ നമ്മളൊന്ന് അവിടെ ഒരു സീറ്റ്, അവർ 3 പേരും ഒരു വലിയൊരു ടേബിളിൻ്റെ സൈഡ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ടിയിട്ട് അവരുടെ കുറച്ച് അടുത്തായിട്ട് തന്നെ കുറച്ച് മാറിയിട്ടൊരു സെപ്പറേറ്റ് ചെയർ തന്നിട്ടുണ്ടാവും. ആൻഡ് നമുക്കിപ്പോൾ ഫയലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വയ്ക്കാനായിട്ടൊരു ചെറിയ ടേബിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന ഉടനെ ഗ്രീറ്റ് ചെയ്ത ശേഷം ഞാൻ അവിടെ കംഫർട്ടബിളായി ഇരുന്നു എന്ന് ഉറപ്പ് വന്ന ശേഷം മാത്രം ആണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ജനറൽ എറ്റിക്യൂട്ടിയുടെ ഭാഗമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അവർ പറയാതെ നമ്മൾ ചെന്ന് ഇൻ്റർവ്യൂ സീറ്റിൽ ഇരിക്കരുത്. എപ്പോഴും അവർ തന്നെ, നമ്മുടെ പാനലിസ്റ്റ് തന്നെ സീറ്റ് ഓഫർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, സീറ്റ് ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇരുന്ന ശേഷം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്കറിയാം PSCയിൽ അവരൊരു ബയോഡേറ്റ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബയോഡേറ്റയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി എന്നോട് ഇൻട്രൊഡക്ഷൻ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു, ഡിഗ്രി ആൻഡ് കോളേജ്, ഞാൻ ഏത് ഡിഗ്രിയാണ് പെർസ്യൂ ചെയ്തത്, ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കാണ് ഡയറക്റ്റ് ചോദിച്ചു. പ്രത്യേകിച്ച് വേറെ ഡിസ്കഷനൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് കുറച്ച് കാര്യങ്ങൾ, തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇവിടെ ലീഡർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നത്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ലീഡർഷിപ്പിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ എക്സാമിൻ്റെ സിലബസ് നോക്കിയാൽ അറിയാം, നമുക്ക് എഞ്ചിനീയറിംഗ് മാത്സ് ഉണ്ടായിരുന്നു, പിന്നെ ഫിസിക്സ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി ഉണ്ടായിരുന്നു, പിന്നെ മാനേജ്മെൻറ്റ് സബ്ജക്ട്സും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, ഒരു മാനേജറിയൽ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവും ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് ലീഡർഷിപ്പ് എന്താണ്, അതിൻ്റെ പല ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പാണ് ഉള്ളതെന്ന് ചോദിച്ചു. ആൻഡ് അതിനുശേഷം ഇത്രയും ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മളൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആസ് എ പേഴ്സൺ ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ അവർ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ പഠിക്കുന്ന തിയറി എന്ന് പറയുന്നത് എന്തെങ്കിലും യൂസ് ഉള്ള ഒരു സംഭവമായിരിക്കും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം നമ്മുടെ റിയൽ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് ചെക്ക് ചെയ്യാനായിരുന്നു ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ എക്സാം സിലബസിൽ നിന്ന് പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നു. K-Swiftൻ്റെ അവരുടെ സോഫ്റ്റ്വെയറിന്, അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത് MSMEയുടെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു. അത് MSMEയുടെ ക്ലാസിഫിക്കേഷൻ ടൈം ടു ടൈം ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ള അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാഞ്ഞിട്ട് MSME ഡേ എന്നാണ് ആഘോഷിക്കുന്നതെന്ന് അവർ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ
എൻ്റെ ബയോഡേറ്റ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. അപ്പോൾ ബയോഡേറ്റ എന്ന് ചോദിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഡിഗ്രിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് നോളജ് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പഠിച്ച 1-2 കൺസെപ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാഞ്ഞിട്ട് ഞാൻ ഫൈനൽ ഇയറിൽ എന്ത് പ്രൊജക്റ്റാണ് ചെയ്തത് അതിനെപ്പറ്റി, ഞാൻ അതിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തു, അതിൽ എന്ത് മെത്തഡോളജിയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ഒരു ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ കോളേജ് ടൈമിൽ ഒരു NGOയ്ക്ക് വേണ്ടി വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ബയോഡേറ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ബയോഡേറ്റയിൽ എന്നെ പറ്റി എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നും അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല. നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ ബയോഡേറ്റ ബേസ് ചെയ്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്നാൽ നമ്മളെ ഒരു സബ്ജക്ട് നോളജ്, നമ്മൾ എക്സാമിന് പ്രിപ്പയർനെസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു 3 ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് ചോദിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു വന്ന് നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ നോളജിൽ ആസ് പെർ അവർ സ്റ്റഡീസ് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം അറിവ് നമ്മൾ പഠിച്ച മേഖലയിലുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു ബേസിക്കലി അവർ ചോദിച്ചത്. അതിന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ തന്നെ ധാരാളമായിട്ട് വരും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതൊരു ബേസ് ലൈൻ ആയിട്ട് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, IO എക്സാമിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ IOയുടെ എക്സാമിന് നമുക്കറിയാം, നമുക്ക് ഈ മാനേജ്മെൻറ്റ് ടോപ്പിക്സ് സിലബസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എൻട്രി ലെവൽ പോസ്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തില്ല, മാനേജീരിയൽ പൊസിഷൻ റോൾസ് ഒന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഇല്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചതും പ്രൊജക്ട്സും പൊതുവെ ഏതൊരു PSC ഇൻ്റർവ്യൂവിന് നമ്മളെ ബയോഡേറ്റയിലുള്ള കാര്യങ്ങൾ ഒരുപാട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു പോർഷൻ ആക്ച്വലി എന്ത് ചെയ്യാം, നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിന് ഒരു ബേസ് ആക്കി വെച്ച് നമുക്ക് IOയുടെ എക്സാമിന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ജനറൽ നമ്മളെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും. കാരണം ഇപ്പം ഓരോരുത്തരും BTech, നമുക്കറിയാം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ BTech കഴിഞ്ഞവർക്കായിരുന്നു. അപ്പോൾ BTech എന്ന് പറഞ്ഞാൽ പല സ്ട്രീംസിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന രീതിയിൽ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവരവരുടെ സബ്ജക്ട്സിനെ പറ്റിയിട്ട് അവരവർ പഠിച്ചു വെച്ചേക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊതുവെ നിങ്ങളുടെ സബ്ജക്ട്സിന് ചോദിക്കപ്പെടാവുന്ന ക്വസ്റ്റ്യൻസ് അതൊന്ന് നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി കണ്ടുപിടിക്കുക. അത് കൂടാഞ്ഞിട്ട് ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ജനറൽ നമ്മുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, അങ്ങനത്തെ കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ മെയിൻ എയിം എന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ വെബ്സൈറ്റിലൂടെ ഗോ ത്രൂ ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പിന്നെ അവർ ആ ഡിപ്പാർട്ട്മെൻറ്റ് കറൻ്റ്ലി ന്യൂസിൽ ഒന്നും വന്നിട്ടുണ്ടോ, അവരുടെ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഒരു 2-3 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് യു നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക ഫോർ ദി ഇൻ്റർവ്യൂ ദാറ്റ് ഈസ് അപ്കമ്മിങ്. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, സൈനിങ് ഓഫ്. താങ്ക് യു.